ഹായ് വീവേഴ്സ്, ഗോബൂസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഷെയർ ചെയ്യുകയും കമൻറ്റുകൾ എഴുതുകയും ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കർക്കിടക മാസം ആരോഗ്യപരമായ കാര്യങ്ങൾക്ക്, അതായത് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു മാസമായിട്ടാണ് കണക്കാക്കുന്നത്. ഇലക്കറികളിലൂടെയും അതുപോലെ കർക്കിടക കഞ്ഞി കഴിക്കുന്നതിലൂടെയും നമ്മൾക്ക് ഒരു ദിനചര്യ ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ ഒരു ആരോഗ്യ പരിപാലനം ചെയ്യുവാനായിട്ട് സാധിക്കും. നോൺ വെജ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് വെജിറ്റേറിയൻ ഫുഡുകൾ കൂടുതലായിട്ടും കഴിക്കുക. ഇപ്പോൾ ആയുർവേദ വിധിപ്രകാരമുള്ള ചികിത്സകളെല്ലാം ചെയ്യുവാൻ പറ്റിയ മാസമാണ് കർക്കിടക മാസം. മത്തങ്ങ അല്ലെങ്കിൽ പംകിൻ, അതിൻ്റെ സീഡാണെങ്കിലും ലീഫാണെങ്കിലും കായാണെങ്കിലും എല്ലാം തന്നെ വിറ്റാമിൻ ആൻഡ് മിനറൽ സമ്പുഷ്ടമാണ്. വൈറ്റമിൻ ബി, സി, ഇ ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കണ്ണുകളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ ഉണ്ട്, അതുകൊണ്ട് കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡയബറ്റിക്കുകാർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അതുപോലെ ഈ കുട്ടികൾക്ക് വളർച്ചയ്ക്ക് അവർക്ക് ആവശ്യമായ പോഷകങ്ങളെല്ലാം അതിലുണ്ട്. നിത്യേന ഇതൊരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ലോ കാലറിയാണ്, അതായത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ പംകിനുണ്ട്. അതിൻ്റെ ഇലയിലും അതുപോലെ തന്നെയുള്ള വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. കർക്കിടമാസത്തിലെ ഇല, മത്തയുടെ ഇല നമുക്ക് തോരൻ വെക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ കുറച്ച് മുറിച്ചെടുക്കാം. മത്തങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് 2-3 എണ്ണം. ഇതെടുത്ത് തോരൻ വെക്കാം, വളരെ നല്ലതാണ്. കർക്കിടക മാസത്തില് ഈ മത്ത ഇല തോരനൊക്കെ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മത്തയുടെ പൂവ് നോക്കിയപ്പോഴത്തേക്ക് അതിൽ കായായി തുടങ്ങി. അപ്പം ഞാനതെടുത്തില്ല. ഇല വെച്ചിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോവാണ്. ഇലകളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു, വെളിച്ചെണ്ണ. എന്നിട്ട് കടുക് വറക്കാനായിട്ട് കടുക്, ഉഴുന്ന്, തീ കുറച്ച് വെക്കുവാണ്. ഉഴുന്ന് ചേർക്കുന്നു. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ ഉള്ളി നമുക്ക് ചേർക്കാം. ഒരു 10-12 ഉള്ളി. മത്തയുടെ ഇല, മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, ഉപ്പ്, ഇത്രയും ചേർത്ത് നമ്മളൊന്ന് പെരട്ടി വെക്കുകയാണ്. കുറച്ച് നേരത്തേക്ക് പെരട്ടി വെക്കുന്നു. ഇത് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇടാം. വെച്ച് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരത്തിലേക്ക് 1 പച്ചമുളകും അല്പം ഇഞ്ചിയും സ്വല്പം ജീരകവും കൂടെ ചേർത്ത് നമ്മൾ ചതച്ചെടുക്കാൻ പോവാം. നാളികേരം ചതച്ചത് ഇതിലേക്ക് ചേർക്കുന്നു. ജീരകം, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് ജീരകം മതി, ഒരുപാട് വേണ്ട. ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പ് ഓഫ് ആക്കിയിട്ട് അതിലേക്ക് പച്ചത്തേങ്ങ, അതായത് നാളികേരം ചെറിയ ഫ്രഷ് ആയിട്ടുള്ളത് കുറച്ചുകൂടെ ചേർക്കുക. നന്നായിട്ട് ചേർക്കണം. നാളികേരം നന്നായിട്ട് ചേർത്താൽ നല്ല സ്വാദാണ്. ഇപ്പൊ അതാ നമ്മുടെ മത്തയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് കർക്കിടക മാസത്തിൽ കഴിക്കേണ്ടതാണ്. വളരെ നല്ല ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഇലയാണ്. ഇലകളൊക്കെ കഴിക്കണമല്ലോ. അപ്പൊ അതിൽ നല്ല സ്വാദിഷ്ടമായ മത്തയില തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കർക്കിടക മാസത്തില് കഴിക്കേണ്ടതാണ്. മത്തയില അവൈലബിൾ ആണെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക. പത്തില തോരനൊന്നും വെക്കാൻ നമുക്ക് സാഹചര്യമില്ല, എല്ലാം കിട്ടൂല. അതുകൊണ്ട് ഞാൻ മത്തയില ഉണ്ടായിരുന്നോണ്ട് അതുകൊണ്ട് വെച്ചു. മുരിങ്ങയില മാത്രം കൂട്ടാൻ പാടില്ല. അതിൽ ചിലന്തി മുട്ടയിടുന്ന കാലമാണ് കർക്കിടക മാസം. ഇത് വൈറ്റമിൻ സമ്പുഷ്ടമാണ്. ലീഫി വെജിറ്റബിൾസ് എല്ലാം തന്നെ വൈറ്റമിനും മിനറൽസും നിറഞ്ഞിരിക്കുന്നതാണ്. ഇനി ഒരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം.